അപ്പം ഇതിൻ്റെ ഭാഗമായി ഞങ്ങൾക്ക് നേരെ വന്ന കൈ നേരെ തിരിഞ്ഞു കുത്താൻ പോകുന്നത് UDF-നായിരിക്കും എന്നുള്ളത് ആദ്യം മനസ്സിലായിക്കൊള്ളുക. ഇത് യഥാർത്ഥത്തിൽ ഞാൻ ആദ്യം 2-3 പ്രാവശ്യം ഞാൻ ഇത് സൂചിപ്പിച്ചിട്ടുണ്ട്. ഇത് എനിക്ക് തോന്നുന്നത് ഈ രമേശ് ചെന്നിത്തലയോടുള്ള പ്രതികാരം വീട്ടാൻ വേണ്ടി ആരോ ചെയ്ത പണിയാണോ എന്ന് കൂടി ഞാനിപ്പോൾ സംശയിക്കുകയാണ്. ഇത് ഇ ഡി കേസ് വന്നതിൽ പിണറായി വിജയൻ മാത്രമല്ല ലക്ഷ്യം. പിണറായി വിജയൻ ഇതിലൊന്നും പിടിക്കാൻ പറ്റില്ല. മറ്റവരുടെ അഡ്മിഷൻ വന്നു, ഞങ്ങൾ വാങ്ങി എന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായും ഇ ഡിയുടെ വായിലേക്ക് ഇവർ പോയി വീണ് കഴിഞ്ഞു. ഇനി അവർക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. അപ്പം അതുകൊണ്ട് ഞങ്ങൾക്കെതിരായി യാതൊന്നും വരാൻ പോകുന്നില്ല. ഇനി വന്നു കഴിഞ്ഞാൽ ഉപ്പ് തിന്നവൻ വെള്ളം കുടിച്ചോട്ടെ, പാർട്ടിക്ക് ഒരു പ്രശ്നവും അതിലില്ല. സ്വതന്ത്രമായ അന്വേഷണം ഇ ഡി നടത്തട്ടെ. രാഷ്ട്രീയ പ്രേരിതമായി നടത്തുന്ന സമയത്ത് രാഷ്ട്രീയപരമായി ഇടപെടുന്ന അവസരത്തിൽ ഞങ്ങൾ ഇടപെടും. അല്ല, അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ആരെയും വിളിക്കാനോ അതുകൊണ്ടെന്താ ഇപ്പൊ പ്രശ്നം? അതുകൊണ്ടെന്താ ചോദ്യം വിളിച്ചൂടെ? ഒരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദ്യം ചെയ്യുന്നതിന് അന്വേഷണ ഏജൻസിക്ക് ആരെയും വിളിക്കാം, മുഖ്യമന്ത്രിനെയും വിളിക്കാലോ, ആരെയും വിളിക്കാലോ. അതിൻ്റെ അത് വീണേനെ വിളിക്കുന്നതിന് ഞങ്ങൾക്ക് എന്താ പ്രശ്നം? വിളിക്കാനേ പാടില്ല. ഒരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് സാക്ഷികളെ ഒന്നുകിൽ പ്രോസിക്യൂഷൻ സാക്ഷിയായിരിക്കും, അല്ലെങ്കിൽ അക്യൂസ്ഡുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സാക്ഷികളായിരിക്കും. എല്ലാ പ്രതിഷേധം ഞങ്ങൾ നടത്തുന്നത് വഴിവിട്ട രാഷ്ട്രീയ പ്രേരിതമായി നടത്തുന്ന സമയത്ത് മാത്രമാണ്. അല്ലാതെ ഞങ്ങൾ ഇപ്പോൾ SFIന്റെ മുമ്പിൽ വീണ പോയിട്ടില്ലേ? SFI അന്വേഷിച്ചല്ലോ, സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷിച്ചല്ലോ. അന്ന് ഞങ്ങൾ പോയല്ലോ, ഞങ്ങളല്ല വീണ പോയല്ലോ. ഇൻകം ടാക്സ് ഇൻട്രി സെറ്റിൽമെൻറ്റിൻ്റെ ബോർഡിൽ ഞങ്ങൾ ഇവരെ ആരെയും വിളിച്ചില്ല. അതുകൊണ്ട് അവർ പോകേണ്ട പ്രശ്നം ഉണ്ടായില്ല. അതിൻ്റെ അകത്ത് അനാവശ്യമായിട്ടുള്ള ഒരു പരാമർശം നടത്തിയത് മുഖ്യമന്ത്രിൻ്റെ മകളാണ് എന്നുള്ളതാണ്. അത് ആ പരാമർശം നടത്തേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ അതിൻ്റെ ഭാഗമായി SFIO അന്വേഷിച്ചല്ലോ. ആ SFIയുടെ അന്വേഷണത്തിൻ്റെ ഭാഗമായി SFIOന് മുമ്പോട്ട് പോകാൻ സാധിക്കാത്ത ഒരു സ്ഥിതിവിശേഷം വന്ന ഘട്ടത്തിലാണ് ഇ ഡി രംഗത്ത് വരുന്നതും SFIയുടെ അന്വേഷണത്തിൻ്റെ ഭാഗങ്ങൾ എടുക്കുന്നതും. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാകാൻ പോകുന്നത് ഇടതുപക്ഷത്തിനോ CPMനോ അല്ല എന്ന് ഞങ്ങൾ പരിപൂർണമായും വിശ്വസിക്കുന്നു. ഇനി ഏതെങ്കിലും രൂപത്തിൽ ഞങ്ങൾക്കെതിരായ ഏതെങ്കിലും രൂപത്തിലുള്ള കുറ്റപത്രം വന്നു കഴിഞ്ഞാൽ അത് നിയമപരമായും രാഷ്ട്രീയമായും ഞങ്ങൾ നേരിടും, ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട്.